മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മഞ്ജുവിൻ്റെ ഫോണിലോട്ട് മാനസയുടെയും മേഘൻ്റെയും ഫോട്ടോ വരികയും മഞ്ജു അതിനെക്കുറിച്ചെല്ലാം മേഘനോട് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ മഞ്ജുവിനോട് മേഘൻ പറയുന്നത് ഇതെല്ലാം മോർഫ് ചെയ്തിരിക്കുന്ന ഫോട്ടോസാണ്, ഇതൊന്നും ഞാൻ ഈ പെണ്ണുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല, നിനക്കിതെല്ലാം എന്നെ വിശ്വസിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ മഞ്ജുവിനത് ചെറിയതായിട്ട് വിശ്വാസമില്ലെങ്കിലും മഞ്ജു മേഘനോട് പറയുന്നുണ്ട്, ഇപ്പോൾ ഞാനതിനെ വിശ്വസിക്കുന്നു, ഇനി ഇതുപോലെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഞാൻ കൈയോടെ പൊക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അന്നേരം മേഘേട്ടൻ ഇങ്ങനെയൊന്നും എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ട് വന്നിട്ട് കാര്യമില്ല എന്നൊക്കെ മഞ്ജു തീർത്തു പറയുന്നുണ്ട്. അതിനുശേഷം ഇതിൻ്റെ പിറകിൽ മഹാലക്ഷ്മിയും കണ്ണനുമാണെന്നും ധരിച്ചുകൊണ്ട് മേഘനാഥൻ കമലേശ്വരത്ത് ചെല്ലുകയും മഹാലക്ഷ്മിയെയും കണ്ണനെയും ഒരുപാട് വഴക്ക് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, നിൻ്റെ മുറപ്പെണ്ണിനെ നീ കല്യാണം കഴിച്ച് കൊണ്ടുപോയതിന് ശേഷം നീയാണ് നല്ല രീതിയിൽ നോക്കേണ്ടത്, അതിൻ്റെ പഴി ഞങ്ങളുടെ തലയിലല്ല വെക്കേണ്ടതെന്നൊക്കെ നമ്മുടെ കണ്ണൻ പറയുന്നുണ്ട്. പിന്നീട് ഈ ഫോട്ടോ അയച്ചു തന്ന നമ്പറിലോട്ട് മഞ്ജു തിരിച്ച് വിളിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നു, എനിക്ക് ഇയാളെ ഒന്ന് നേരിട്ട് കാണണം, എവിടെ ഉണ്ടാവുമെന്നൊക്കെ ചോദിക്കുകയാണ്. അതിനുശേഷം അങ്ങോട്ട് ചെല്ലുകയാണ് മഞ്ജു. പക്ഷേ മഞ്ജു കാണുന്നത് സാഗറിനെയാണ്. സാഗറിനെ കാണുമ്പോൾ മഞ്ജു ഞെട്ടിപ്പോകുന്നു. നീ എന്താണ് ഇവിടെയെന്ന് ചോദിക്കുന്നുണ്ട് മഞ്ജു. അപ്പോൾ സാഗർ പറയുന്നുണ്ട്, ഞാനാണ് ഫോട്ടോസ് അയച്ചു തന്നതെന്ന്. അപ്പോൾ നീ എൻ്റെ മേഘേട്ടനെ മനഃപൂർവ്വം കൊടുക്കാൻ വേണ്ടി ചെയ്തതാണല്ലേ എന്ന് മഞ്ജു പറയുന്നു. അപ്പം മഞ്ജുവിനെല്ലാം സാഗറിനെ ഒരു പെണ്ണ് വിഷയത്തിലാണല്ലോ അറിയപ്പെടുന്നത്, അതുകൊണ്ടാണ് മഞ്ജു സാഗറിനെ അങ്ങനെ തെറ്റിദ്ധരിക്കുന്നത്. എന്നിട്ട് സാഗറിനോട് ചോദിക്കുന്നുണ്ട്, എന്താ ഈ ഒരു പെണ്ണുമായിട്ട് മേഘേട്ടന് ബന്ധമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സാഗർ പറയുന്നുണ്ട്, ഇയാൾ ആദ്യം കല്യാണം കഴിച്ചിരുന്നത് ഈ മാനസി എന്ന പെൺകുട്ടിയാണ്, അതിലൊരു ആൺകുട്ടിയും ഉണ്ടെന്ന് പറയുന്നു. അത് കേൾക്കുമ്പോൾ മഞ്ജു നെട്ടിത്തെറിച്ച് പോവുകയാണ്. മഞ്ജു ഇത്രയൊന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ല അവിടെ എത്തുന്നത്, പക്ഷേ ഇത് ഞാൻ പ്രതീക്ഷിച്ചതിലും കൂടുതലാണല്ലോ കേട്ടതെന്ന് വിചാരിക്കുമ്പോൾ മഞ്ജുവിന് സങ്കടവും ദേഷ്യവും സഹിക്കാനാകാതെയാകുകയാണ്. അതിനുശേഷം ഈ ഒരു കാര്യം അറിഞ്ഞുകൊണ്ട് തന്നെ മഞ്ജു തിരിച്ച് മേഘനാഥൻ്റെ വീട്ടിലെത്തുകയും മേഘനാഥൻ്റെ ഫോണിൽ നിന്നും മാനസയുടെ എല്ലാ ഡീറ്റെയിലും എടുക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് അപ്പോഴേക്കും സീമന്തിനി മഞ്ജുവിനോട് ചോദിക്കുന്നുണ്ട്, മേഘനാഥനെ കുറിച്ച് കേട്ടതെല്ലാം സത്യമാണോ മോളെ എന്നെല്ലാം ചോദിക്കുന്നുണ്ട്. അപ്പോൾ മഞ്ജു പറയുന്നു, എനിക്കെല്ലാ ധാരണകളും കിട്ടിത്തുടങ്ങിയിട്ടുണ്ട്, ഇനി ഞാൻ മേഘേട്ടനെ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. എൻ്റെ ഭർത്താവിനെ വേറൊരു ബന്ധവുമുണ്ടെന്നറിയുമ്പോൾ ഏതൊരു ഭാര്യയ്ക്കും തോന്നുന്ന വികാരം തന്നെയാണ് എനിക്കും ഉണ്ടായിരിക്കുന്നത്, അതുകൊണ്ട് ഇനിയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ തീരുമാനിക്കുമെന്ന് മഞ്ജു പറയുകയാണ് സീമന്തിനിയോട്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് മേഘനാഥൻ വരുന്നുണ്ട്. മേഘനാഥൻ എല്ലാം ഒരുവിധം മനസ്സിലായിട്ടുണ്ട്, മഞ്ജു അറിഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം. അങ്ങനെ കൈവിട്ടു പോയ കാര്യമായതുകൊണ്ട് മേഘനാഥൻ മഞ്ജുവിനെ തടയുന്നുണ്ട് മാനസയുടെ വീട്ടിലോട്ട് പോകാനൊരുങ്ങുമ്പോൾ. എന്നിട്ട് മഞ്ജുവിനോട് വളരെ രൂക്ഷമായിട്ടുള്ള രീതിയിലായിട്ട് സംസാരിക്കുകയാണ്. ഇത്രയും നാൾ മഞ്ജുവിനോട് കാണിച്ച സ്നേഹങ്ങളും എല്ലാം പ്രകടനമായിരുന്നുവെന്ന് മഞ്ജുവിന് അപ്പോൾ തന്നെ അവിടെ വെച്ച് മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ മേഘനാഥൻ്റെ കസ്റ്റഡിയിലാണ് ആയിരിക്കും ഇനി മഞ്ജു. മാനസ മാത്രമല്ല, ഇയാൾക്ക് ഒന്നിൽ കൂടുതൽ പെൺകുട്ടികളുമായിട്ട് ബന്ധമുണ്ടെന്നുള്ള കാര്യമെല്ലാം മഞ്ജു മനസ്സിലാക്കുകയാണ്. ഇനിയുള്ള എപ്പിസോഡുകളിലാണ് അത് കാണാൻ കഴിയുക. പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.